थोड़ा हाथर वाला चिट्ठी चले जाम ये जामे साथ सोमन তোমরা বাদাম পাবেন বাদাম বাদাম দাদা কাঁচা বাদাম আমার কাছে নাই শুধু ভাজা বাদাম আমার কাছে সাথে শুধু കാജാ ബദാം. ഇപ്പൊ നമ്മളെ നാട്ടില് എവിടെ തിരിഞ്ഞാലും നമുക്ക് ബംഗാളികളെ കാണാം. ഈ ബംഗാളികൾ നമ്മുടെ പരിപാടി എങ്ങനെ കാണുന്നുണ്ടെങ്കിലും അപ്പൊ ഞാൻ ഈ പാട്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാ. അല്ലാണ്ട് എന്റെ പേടി പോകാൻ വേണ്ടി, ധൈര്യം കിട്ടാൻ വേണ്ടി ഞാന് വാമപ്പിന് വേണ്ടി ഇത് പാടുന്നതിന്റെ സംശയമൊന്നും ഒരിക്കലും. ട്രെയിൻ ഇല്ലാത്ത ഞങ്ങളുടെ നാട്ടിൽ നിന്നും ട്രെയിൻ എടുത്ത് വരാൻ പറ്റില്ലാത്തതുകൊണ്ട് ബസ്സിന്റെ കമ്പിയിൽ തൂങ്ങി എന്ന് പെയിൻ എടുത്ത് ആണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ ബസ്സിലെ കണ്ടക്ടർക്ക് ഒരു പ്രത്യേകതയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്റെ മമ്മിയുടെ ഒരു സ്വഭാവമായിട്ട് ഒരു സാമ്യമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എത്ര ആൾക്കാർ കയറി എന്ന് പറഞ്ഞാലും അദ്ദേഹം ആൾക്കാരെ പിന്നെയും ബസ്സിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നും എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിനകത്തുണ്ടല്ലോ മൊത്തം നിറച്ച് സാധനം നിറച്ച് വെച്ചിരിക്കുകയാണെങ്കിലും എൻ്റെ അമ്മ പിന്നെയും പുറത്തുനിന്ന് സാധനങ്ങൾ കൊണ്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്ന സംഭവമൊന്നും അല്ല എൻ്റെ സ്റ്റാൻഡപ്പിൻ്റെ വിഷയം. എൻ്റെ സ്റ്റാൻഡപ്പിൻ്റെ വിഷയം എന്ന് പറയുന്നത് എൻ്റെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ചില രസകരമായ സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം കാലെടുത്ത് വെക്കണം, അല്ലേ? ശരിയല്ലേ? വളരെയധികം. പൊന്നോ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ദിവസം എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, രാവിലെ വീടിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച, അവളുടെ വീട്ടിൽ നിന്ന് എനിക്ക് സ്ത്രീധനം കിട്ടിയ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. കുറെ നേരം ഞാൻ ഈ കിക്കർ അടിക്കുന്നുണ്ട്. അവൾ എന്നോട് വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾക്കല്ല ഈ ചവിട്ടും തൊഴിയും മാത്രമേ വെച്ചോളൂ. പൊതുവെ എന്നെക്കുറിച്ച് എൻ്റെ വൈഫിന്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്, വലിയ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാളാണ്. എൻ്റെ ഉത്തരവാദിത്വം തെളിയിക്കാൻ വേണ്ടി എനിക്ക് കിട്ടുന്ന ചാൻസ് എങ്ങനെയാലും വിനിയോഗിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുക. അപ്പം ഞാനിങ്ങനെ മാർക്കറ്റിൽ പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പച്ചക്കറിക്ക് പല ബോർഡുകൾ ഓഫർ വെച്ചിരിക്കുക. ഒരു ബോർഡ് എന്നെ ശ്രദ്ധിച്ചു. ഞാൻ അവിയൽ കൂട്ട് 5 കിലോ 100 രൂപ. ഉടനെ ഞാൻ സന്തോഷത്തിൽ വൈഫിന് ഫോൺ വിളിക്കുകയാണ്. എടി വേണേ, അവിയൽ കൂട്ട് 5 കിലോ 100 രൂപയ്ക്ക് കിട്ടും, മേടിച്ചോണ്ട് വരട്ടെ. അവൾ എന്നോട് പറഞ്ഞ മറുപടി ഞാൻ ഞെട്ടിപ്പോയി ഷാജേട്ടാ. അവൾ എന്നോട് പറയുകയാണേ, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് ഒരു കൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ പുറകെ പോകുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സ്വഭാവം എനിക്ക് നേരത്തെ അറിയാവുന്ന. മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ മനുഷ്യയാണ്. ഞാൻ ജോലിക്ക് പോണ സമയത്ത് എൻ്റെ ഭാര്യ വീട്ടിൽ തന്നെയല്ലേ എന്ന് കരുതി ഞാൻ അവൾക്ക് പാട്ടൊക്കെ കേട്ടിരിക്കാൻ വേണ്ടി ഒരു മനോഹരമായ റേഡിയോ മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുത്തു. ഈ റേഡിയോ കൊടുത്തപ്പോൾ അവള് പറയുകയാണെ, ഇപ്പൊ ഈ റേഡിയോയുടെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങളുടെ അമ്മ ഇവിടെ ഉള്ളപ്പോ ഈ റേഡിയോയുടെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അമ്മ അങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കത്തില്ല, ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഞാൻ പൊതുവെ അത്ര റൊമാൻറ്റിക് അല്ല എന്നാണ് എൻ്റെ ഭാര്യയുടെ കണ്ടുപിടുത്തം. ശരിയാണ് കേട്ടോ. എനിക്ക് ഫോട്ടോയ്ക്ക് പോലും നേരെ പോസ് ചെയ്യാൻ അറിയത്തില്ല. അവളാണ് വീടിന്റെ മുറ്റത്ത് പലതരം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മൊത്തം പൂക്കളാ പല സൈഡിലും. അവളവിടെ നിന്നുകൊണ്ട് ഫോട്ടോ ഒക്കെ പല ചെരിഞ്ഞും ഒക്കെ ഫോട്ടോസൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്തിട്ട് ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഈ ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിൽ ഇടുന്നല്ലാതെ കാര്യമായി ലൈക്ക് ഒന്നും കിട്ടാറില്ല. ഒരു ദിവസം ഉണ്ടല്ലോ, എൻ്റെ ഭാര്യ ഒരു ദിവസം ഈ മൊബൈൽ എടുത്തുകൊണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഈ ഒരു ഫോട്ടോയ്ക്ക് മാത്രം ഉണ്ടല്ലോ ഒരുപാട് ലൈക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പറഞ്ഞു. ഞാൻ നോക്കി ശരിയാ, 10-20 ലൈക്ക് കിട്ടിക്കൊണ്ടിരുന്ന അവളുടെ എല്ലാ ഫോട്ടോയ്ക്ക് 500 ലൈക്ക് കിട്ടിയിരിക്കുന്നു. ഞാൻ ഈ ഫോട്ടോ മേടിച്ച് സൂക്ഷിച്ച് നോക്കിയപ്പോൾ എന്നാ സംഭവം നട്ടെ, ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഒരു ചെമ്പരത്തി ചെടിയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ്. കറക്റ്റ് 2 ചെമ്പരത്തി പൂ എൻ്റെ ചെവിയുടെ 2 സൈഡിൽ തിരികെ വെച്ചോലെ ആ ഫോട്ടോയിൽ വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ടാണ് അവളുടെ കൂട്ടുകാരികൾ സർവ്വ ഫ്രണ്ട്സും ഇതുപോലെ ലൈക്ക് അടിച്ച് കൂട്ടിയത്. ഇതുപോലുള്ള രസകരമായ കഥകളുമായിട്ട് ഞാൻ വീണ്ടും അടുത്ത പരിപാടിക്ക് വരുന്നതായിരിക്കും. Flowers 9ാം വാർഷിക നിറവിൽ